നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമ്മൾ പൈൽ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്, റിലേഷൻഷിപ്പ് റീഡിംഗ്. ഓക്കെ, ആൻഡ് ഓക്കെ, ആദ്യത്തെ സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി കുറേ പേര് ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാൻ അതിനെ വേറെ സെപ്പറേറ്റ് കൊടുക്കാൻ നോക്കാം. ഓക്കെ, താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് നേരിട്ട് ഞാൻ ഇൻഫർമേഷൻ തരാം. സോ നല്ല ക്ലാസ്സിൽ സെൽഫ് ലവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അത് നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങളെ സ്വയം നിങ്ങൾക്ക് ബെറ്റർ ആക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതൽ സ്ട്രെസ് തരുന്നത്. പറയുന്നത് ദാറ്റ് അതിൽ ജോയിൻ ചെയ്യുമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. റീഡിങ്ങിന് എനിക്ക് പറയാം നിങ്ങളോട് റീഡിങ് എടുക്കുമെന്ന്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ തന്നെ. സോ അതിൽ താല്പര്യമുള്ളവർ വരാം. എന്തായാലും ഇന്നത്തെ പൈൽ റീഡിംഗ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ പോകുന്നത്, സോൾമേറ്റ് ആണോ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ സോൾമേറ്റ് ആണോ, കാർമിക് ആണോ, ട്വിൻ ഫ്ലെയിം ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനാണ് ഞാൻ പൈൽ വെച്ചത്. കാരണം നമ്മൾ ജനറലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വല്ലാതെ ജനറലായി പോവും. ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് അല്ലേ, അപ്പോൾ ഇത്രയും പേർക്ക് ഒരേ സിറ്റുവേഷൻ ആയിരിക്കില്ല. സോ അതുകൊണ്ടാണ് പൈലായിട്ട് വെച്ചത്. നിങ്ങൾക്ക് തോന്നുന്നത് ചൂസ് ചെയ്യാം. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെ വെളിച്ചം ചില സമയത്ത്. ഓക്കെ, ഇത് ഫാൻറ്റ ആണ്. ഓക്കെ, ഓറഞ്ച് കളർ. ഓക്കെ, ആൻഡ് സ്പ്രൈറ്റ് ഗ്രീൻ കളർ, ആൻഡ് തേർഡ് പൈൽ റെഡ് കോക്കോള. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തിൽ പെടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, 2 പൈൽ വെച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ 3 ആക്കാം. ഐ തിങ്ക് കുറച്ചുകൂടി റെസനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ പൈൽ 1 ഒരുപാട് ഡീറ്റെയിൽഡ് റീഡിങ്ങിലേക്ക് ഞാൻ അങ്ങനെ പോകുന്നില്ല, ജസ്റ്റ് ചെറുതായിട്ട് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ, എല്ലാം മാറ്റുന്നില്ല. കാർഡ്സ് എടുത്തിട്ട് ഓക്കെ, ഫസ്റ്റ് പൈൽ എടുത്ത് വെച്ചേക്കാം, എന്നിട്ട് പറയാം. ക്ലാരിഫിക്കേഷൻ വേണം തോന്നിയാൽ ഞാൻ കൂടുതൽ എടുക്കാം. തേർഡ് പൈൽ കാർഡ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണില്ല കേട്ടോ. ഓക്കെ, കാരണം ഇതിൻ്റെ ലേ ഔട്ട് അങ്ങനെയാണ്, എനിക്ക് നിവർത്തിയില്ല. ഞാൻ വേറെ ലേ ഔട്ടൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് ശരിയാവുന്നില്ല, എൻ്റെ എന്തൊക്കെയോ പ്രോബ്ലംസ് വരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ബോട്ടം നമുക്ക് ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ഫസ്റ്റ് പൈൽ ഫാൻറ്റ ചൂസ് ചെയ്തവർക്ക്, ഓക്കെ, ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് നമുക്ക് എന്താണ് റീഡിങ് നോക്കാം. ആക്ച്വലി ഞാൻ കൂടി എടുക്കാം. ഓക്കെ, 4 ഓഫ് കപ്സ് നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുകയാണ് നമ്മൾ. ഓക്കെ, 2 ഓഫ് വാണ്ട്സ്, 10 ഓഫ് വാണ്ട്സ്, ഏസ് ഓഫ് കപ്സ് ആൻഡ് ദ ഹെർമിറ്റ്. ഇവിടെ മോസ്റ്റ്ലി എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആണ് കാണുന്നത്, ആദ്യത്തെ കാര്യം. ഓക്കെ, സെപ്പറേഷന്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ദൂരെ എന്ന് ദൂരെ ആയിരിക്കാം. ഓക്കെ, ഡിസ്റ്റൻസ് ഉണ്ടാവാം, വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കാം, അതുകൊണ്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടോട്ടലി സെപ്പറേഷൻ ആയിരിക്കാം. കാരണം ഇവിടെ ഒരു ലോസിന്റെ ഫീലിംഗ് ഇവിടെ ഉണ്ട്, ആൻഡ് 10 ഓഫ് വാണ്ട്സ് ഇവിടെ ഉണ്ട്. സോ ഒരു ബേർഡൻ, ഓക്കെ, ഒരു ബേർഡൻ ഉള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ മേലെ എന്തെങ്കിലും ബേർഡൻ ഉണ്ടാവാം, നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കാം, അങ്ങനെയാവാം. ഹെർമിറ്റ് ആണ്, സോ സൈലൻസ് ആണ് ഇവിടെ. ഐ തിങ്ക് ബ്ലോക്കോ സൈലൻസോ സെപ്പറേഷനോ ദൂരമോ എന്തോ ആവാം. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കാണുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ മേലെ ഏസ് ഓഫ് കപ്സ് കാണുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് സ്നേഹമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഇവിടെ വളരെയധികം നിങ്ങൾ തമ്മിൽ പരസ്പരം ആ ഒരു സ്നേഹം ഫീലിങ്സ് ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് കൊണ്ടോ സാഹചര്യം കൊണ്ടോ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സെപ്പറേഷൻ ഇവിടെ, അല്ലാതെ എനിക്കൊരു സ്നേഹക്കുറവ് കൊണ്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയാം നമുക്ക്. ഓക്കെ, സോൾമേറ്റ് കാർഡ് ആണെന്ന് പറയാം. കാരണം നിങ്ങളോടുള്ള അട്രാക്ഷൻ, പാഷൻ, ഫീലിങ്സ് നിങ്ങളെ കാണുന്നത് ഒരു ക്വീനായിട്ട് കാണുന്നുണ്ട്. ക്വീൻ മാത്രമല്ല, മീൻസ് ആ ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്നുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എടുത്തോളൂ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ജെൻസ് വാച്ചിങ് ആണെങ്കിൽ നിങ്ങളുടെ ലേഡി നിങ്ങളെ കാണുന്നത് ഒരു അത്രത്തോളം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു, പാഷൻ ഫീൽ ചെയ്യുന്നു എന്ന് പറയാം. ആൻഡ് നിങ്ങൾക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു എന്ന് പറയാം. സോ തീർച്ചയായിട്ടും ഇതൊരു ഇവിടെ പോസിറ്റീവ്, ഫീലിങ്സ് പോസിറ്റീവ് ആണ്. നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആവാം. കാർമിക് അല്ല, എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ഒരു കാർമിക് അല്ല.
സോൾമേറ്റ് എന്നും വിളിക്കാൻ എനിക്ക് 100% ഇവിടെ പറ്റില്ല, കാരണം അത്ര ക്ലിയർ അല്ല കാഴ്ച. പക്ഷെ ഓക്കെ, സോൾമേറ്റ് എന്ന് പറയാം നമുക്ക്. എനിക്ക് ഇവിടെ 6 ഓഫ് സോഡ്സും നമ്മൾ പറയുന്ന ഒരു ഡിസ്റ്റൻസിനെ കുറിച്ചാണ്. നിങ്ങളുടെ പേഴ്സൺ മാറിപ്പോയിട്ടുണ്ടാവാം, പക്ഷേ അവരൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം പോയത്. ഓക്കെ, ജോലിക്ക് വേണ്ടി പോയതായിരിക്കാം, സ്ഥലം മാറിപ്പോയതായിരിക്കാം. ഇവിടെ എനിക്ക് അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടല്ല തോന്നുന്നത്. സെപ്പറേഷൻ ഉണ്ടാവും, യെസ്. അത് വല്ല ഷോർട്ട് ടേം എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ ആയിരിക്കാം. മേജർ ഒരു ഇതായിട്ടല്ല ഫീൽ ചെയ്യുന്ന. സോൾമേറ്റ് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇതിനും കൂടി ഞാൻ എടുത്തിട്ട് പറയാം ഫുള്ളായിട്ട്. ഇവിടെ ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഫീലിങ്സ് സ്ട്രോങ് ആണ്, കമ്മിറ്റ്മെന്റ് വേണം എന്നുണ്ട്, അതിനുണ്ട്, ആ കാര്യം ക്ലിയർ ആണ്. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വല്ല അകൽച്ച ഉണ്ടെങ്കിൽ അത് തൽക്കാലം ഒരു എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉള്ള സെപ്പറേഷൻ ആയിരിക്കാം. ട്രാൻസ്ഫോർമേഷൻ ആണ്, വെരി ഗുഡ്. കർമ്മ, ബാലൻസ് ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, ഫാമിലി, ഹോം, കമ്മിറ്റ്മെന്റ്. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി ഫോമിങ് സ്ട്രക്ചർ, സോളിഡ് ഫൗണ്ടേഷൻ വരും. ഇത് ശരിയാവും. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആയിട്ട് വരും. ഇത് സോൾമേറ്റ് എന്ന് തന്നെ വിളിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? അപ്പൊ പിന്നെ അവിടെ നമുക്ക് സോൾമേറ്റ് എന്ന് തന്നെ വിളിക്കാം. ഇപ്പൊ നിങ്ങൾ തൽക്കാലം വല്ല സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതൊന്ന് നിങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ പറയില്ലേ പരസ്പരം റെസ്പെക്ട്, പരസ്പരം സ്നേഹം, കെയർ ഒക്കെ കുറച്ചുകൂടെ ഒന്ന് കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് ചില ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാനും ബെറ്റർ ആയിട്ട് നിങ്ങൾ പരസ്പരം ഒന്ന് ബാലൻസ് വരാനൊക്കെ ഉള്ളതാണ്. കർമ്മ കണക്കാക്കുണ്ടായിട്ട് ഇവിടെ എനിക്ക് ആ ഫീലില്ല. ഓക്കെ, ജസ്റ്റിസും ബാലൻസും, അതായത് ഇപ്പോൾ നിങ്ങൾ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ, ബാലൻസ് വരാൻ, എനിക്ക് ആ രീതിക്ക് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ഫാമിലി, ഹോം, കമ്മിറ്റ്മെന്റ് ആണ്. സോ തീർച്ചയായിട്ടും ഇതൊരു സോൾമേറ്റ് കണക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, പക്ഷെ ചില സിറ്റുവേഷൻ കാർമിക്കാവാം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അകന്ന് നിൽക്കേണ്ടി വന്നു ബിക്കോസ് എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളെ തമ്മിൽ പക്ഷെ അതൊരു ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതൊരു നെഗറ്റീവായിട്ട് കാണണ്ട. ഓക്കെ, ഈ ഒരു സമയം നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരേണ്ട സമയമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ പൈൽ 1 സോൾമേറ്റ് എന്ന് തന്നെ പറയാം. ഓക്കെ, കണക്ഷൻ ഈ ശ്ലേഷം പ്രശ്നങ്ങളുണ്ട്, ശരിയായിക്കോളും. ഓക്കെ, പൈൽ 2 സ്പ്രൈറ്റുകാർക്ക് ഇതിവിടെ ഡൗട്ടേ ഇല്ല. ഓ മൈ ഗോഡ്, കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ്, സോൾമേറ്റ്. ഡെഫിനറ്റ്ലി സോൾമേറ്റ് കാർഡാണ്, സോൾമേറ്റ് പൈലാണ് ഇവിടെ. ഓക്കെ, യെസ്. പക്ഷെ ഇടയിൽ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കാണുന്നില്ല. ഓക്കെ, ചില നെഗറ്റിവിറ്റീസ് ഉണ്ട് ഇവിടെ ചുറ്റും. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, മൈൻഡിലെ നെഗറ്റീവ് തോട്ട്സ് ആവാം. ഓക്കെ, കാര്യങ്ങളെ ഒന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ബെറ്റർ ആയിട്ട് വരും. ഐ തിങ്ക് പ്ലാനിങ് സ്ട്രാറ്റജി അവർ ആലോചിക്കുന്നുണ്ട്, എങ്ങനെ ഈ സിറ്റുവേഷനിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാം എന്നുള്ള ഒരു ആലോചന ഉണ്ട് അവർക്ക്. ഓക്കെ, ഡെവിൾ ഉണ്ട്. മേ ബി ആരെങ്കിലും ഇടയിൽ, നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് തോട്ട്സ്. ഓക്കെ, നിങ്ങളുടെ തന്നെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം. ഓക്കെ, അതുകൂടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ കൂടുതലായിട്ട് ഒരു ഡൗട്ട് അടിക്കുക, നിങ്ങളുടെ പേഴ്സണിനെ ഡൗട്ട് ചെയ്യുക, ഈ കാര്യത്തിന് ഡൗട്ട് ചെയ്യുക, സിറ്റുവേഷനെ ഡൗട്ട് ചെയ്യുക ഒക്കെ ചെയ്താലും അതും നെഗറ്റീവ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ ഓവർ തിങ്കിങ്, പേടികൾ. ഓക്കെ, അവർക്ക് ചില പേടികൾ ഉണ്ടാവാം, അതിൻ്റെയൊക്കെ ആയിരിക്കാം. അല്ലാതെ ഇവിടെ എനിക്ക് വലിയ നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. എന്തായാലും കപ്പിൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഓക്കെ, അത് കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ അത്രത്തോളം ഓൾറെഡി മാരീഡ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ. ഓക്കെ, നിങ്ങൾ മാരീഡ് ആൾക്കാരും ആവാം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ആണ് തീർച്ചയായിട്ടും. ഓക്കെ, ഫീലിങ്സ് അത്രയും നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഓക്കെ, ഒരു ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന്. 3 ഓഫ് പെന്റിക്കിൾസ് കൂടുതൽ എടുക്കണ്ട. യെസ്, നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ച് നിങ്ങൾ വീണ്ടും ഒന്നാവുന്നതാണ് കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾ തമ്മിലൊരു ചെറിയ ഇഷ്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ, ഈ നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിലൊരു പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങളൊന്ന് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരണം. ഒന്നിച്ച് സംസാരിച്ച് കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, സോൾമേറ്റ് തന്നെ എടുക്കാം. ഇതും കാർമികല്ല, ഇവിടെ എന്തായാലും ഒട്ടും കാർമിക്കില്ല. ഫ്രീഡം, ഹെൽപ്പ്, ഓപ്പർച്യൂണിറ്റീസ്, റിലീസ്, സറണ്ടർ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആൾക്കാരാവാം നിങ്ങൾ. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണിത്. ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മാരേജ് കമ്മിറ്റ്മെന്റ് കാര്യമാണ് പറയാറ്. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് റിലേഷൻഷിപ്സിലായിരിക്കാം. അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ. ഓക്കെ, ഫ്രീഡം എന്ന് കാണുന്നുണ്ട്, ലീപ്പ്, ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ലൈക്ക്
ഓക്കെ, ഈ ഒരു പേടിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ അല്ലേ. അപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണിന് ആ ഒരു റിസ്ക് എടുത്ത് മേ ബി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് എന്താവും എന്നുള്ള ആലോചിച്ച് ചില നെഗറ്റീവ്സ് ആയിരിക്കാം മൈൻഡിൽ, നിങ്ങളുടെ മൈൻഡിലും ഉണ്ടാവാം. അതൊന്ന് വിട്ടേക്കുക, അതിനൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് വിടുക. ആക്ച്വലി റിലീസ് ഉണ്ട് ഇവിടെ. സോ അത് രണ്ടും കൂടി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ മനസ്സിലെ നെഗറ്റിവിറ്റി നിങ്ങളൊന്ന് റിലീസ് ചെയ്യുക. നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സൺ ആയാലും അത് റിലീസായിട്ട് വരും. ഓക്കെ, അങ്ങനെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ശരിയാവും, ക്ലിയർ ആവും. ഓക്കെ, ആൻഡ് ഇവിടെ തീർച്ചയായിട്ടും അവരൊരു കമ്മിറ്റ്മെന്റ് കാര്യമാണ് കാണുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതൊരു സോൾമേറ്റ് പൈൽ തന്നെയാണ്, നമുക്ക് സംശയമൊന്നുമില്ല. ഓക്കെ, സോ സെക്കൻഡ് പൈൽ എന്തായാലും നിങ്ങൾ ഓൾറെഡി മാരീഡും ആവാം, അതും കൂടി ഉണ്ട്. സോ ആണെങ്കിൽ തന്നെ നിങ്ങൾ കമ്മിറ്റഡ് സോൾമേറ്റ്സ് ആണ്. ഓക്കെ, ആൻഡ് തേർഡ് പൈലിലേക്ക് പോകാം നമുക്ക്. തേർഡ് പൈൽ, ഞാനൊന്ന് ക്ലാരിഫിക്കേഷൻ എടുക്കട്ടെ ഇതിന്. ആക്ച്വലി യെസ്, എനിക്ക് ഫീൽ ചെയ്തത് അത് തന്നെയാണ്. ഇവിടെ അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവ് കാര്യമല്ല കാണുന്നത്. ഓക്കെ, കാരണം ഒന്ന്, നിങ്ങൾക്ക് രണ്ടുപേർ ഓഫർ ഉണ്ടാവാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ രണ്ട് വ്യക്തികളെ തമ്മിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. ഒരാള് നിങ്ങളടുത്ത് നിങ്ങൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഇമോഷണലായിട്ട് ലേശം ഫീലിങ്സ് ഒക്കെ പറയുന്ന ഒരാളായിരിക്കാം. വേറൊരാൾ കമ്മിറ്റ്മെന്റ് തരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കമ്മിറ്റഡ് ആയിട്ട് കുറച്ചുകൂടി ഒരു കമ്മിറ്റഡ് ഓഫർ ആയിട്ട് തോന്നുന്നുണ്ട്. രണ്ട് ചോയ്സ് ഉണ്ടാവാം നിങ്ങൾക്ക് ചിലപ്പോൾ. ഓക്കെ, എല്ലാവർക്കും മാച്ച് ആവില്ല. ഓക്കെ, ചിലവർക്ക്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ദാറ്റ് ഒരേ പേഴ്സൺ തന്നെ, ഇപ്പൊ സപ്പോസ് ഒരേ പേഴ്സൺ ആണെന്ന് വിചാരിക്കാം, ഒരാളാണെന്ന് വിചാരിക്കാം. ഒരാളാണെങ്കിലും അവർ ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ് കാണുന്നത്. ഓക്കെ, ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. മെച്യൂരിറ്റി ഇല്ല. ഓക്കെ, അവര് തരുന്ന ഓഫറിന് ഒരു മെച്യൂരിറ്റി ഇല്ല എന്ന് പറയാം. ഓക്കെ, ആൻഡ് വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഇടയ്ക്ക് ചിലപ്പോൾ വന്നിട്ട് വളരെ സ്നേഹത്തോടെയൊക്കെ സംസാരിച്ച് ഒരു മാറി പിന്നെയും വീണ്ടും പക്ഷെ മാറിപ്പോവാം. ഓക്കെ, ഇൻ ആൻഡ് ഔട്ട് എനർജി എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അതിൽ കാരണം അവിടെ ഒരു ചെറിയ ചീറ്റിംഗ് എനർജി ഉണ്ട്, എന്തായാലും ചില ഹൈഡിങ് എനർജി ഉണ്ട്. ഒരു സിറ്റുവേഷൻ അവിടെ എന്തോ ശരിയല്ലാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. ഓക്കെ, ഈ പേഴ്സൺ ഇങ്ങനെ വന്നിട്ട് ലൈക്ക് ചില സമയത്ത് വരും, സംസാരിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും പോകും. അങ്ങനെ ആ ഒരു നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. 10 ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അവര് വേറെ ആരെങ്കിലും ചിലപ്പോൾ ഇതിൽ തടസ്സം ഉണ്ടാവാം, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ. ഓക്കെ, ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് വളരെ റൂഡായിട്ടും പെരുമാറുന്നുണ്ടാവാം. ഓക്കെ, ആക്ച്വലി ഈ കാർഡ് എനിക്ക് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിൽ നിന്ന് വാക്ക് അവേ ചെയ്യാനുള്ളത്. കാരണം ബാക്കി കാർഡ്സ് എല്ലാം വളരെ എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ട് ഇവിടെ. ഈ രണ്ട് കാർഡ്സ് പ്രത്യേകിച്ചും എനിക്കിവിടെ അത് പോസിറ്റീവായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ റൂഡായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടാവാം. ഐ തിങ്ക് ഇത് നിങ്ങളുടെ അടുത്ത് വാക്ക് അവേ ചെയ്യാൻ ആണ് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാർമിക് സിറ്റുവേഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചില സമയത്തൊക്കെ നല്ല രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ അറ്റാച്ച്ഡ് ആവുന്നുണ്ടാവും. ഓക്കെ, അവരിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ വളരെ അധികം അറ്റാച്ച്ഡ് ആയിട്ട് പോകുന്നുണ്ടാവും. പക്ഷെ വീണ്ടും അവര് ഈ ഇങ്ങനെ വരുന്ന ആൾക്കാർ എന്താന്ന് വെച്ചാൽ അവർ വരും, അവരുടെ ഒരു സൗകര്യത്തിന് അവർ വന്ന് നല്ല ഒരു എന്താ പറയാ റൊമാൻറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരല്പം സ്നേഹമൊക്കെ കാണിച്ച് ഫീലിങ്സ് ഒക്കെ കാണിച്ച് സംസാരിക്കും. അത് കഴിഞ്ഞാൽ പക്ഷെ വീണ്ടും അവർ വന്ന പോലെ വീണ്ടും തിരിച്ചു പോകും. അവർ എന്തോ ഒരു ചീറ്റിംഗ് എനർജിയാണ് അവിടെ. ഓക്കെ, അവർ മുഴുവനായിട്ട് ഫുള്ളായിട്ട് നിങ്ങളോടുള്ള ഇൻവോൾവ്മെന്റ് അല്ല എനിക്ക് കാണുന്നത്. സോ അതിൻ്റെ ഒരു നിങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് നിങ്ങളോടുള്ള ഒരു വാർണിംഗ് ആയിട്ടാണ്. വാക്ക് അവേ ചെയ്യൂ എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ അഡ്വൈസ് കാർഡ്സ് കൂടെ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. തേർഡ് പൈലിന് ഇവിടെ എനിക്ക് കാർമിക് സിറ്റുവേഷൻ ആണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് അതിന് വിട്ടു പോകാനുള്ള ഒരു അഡ്വൈസ് ആയിട്ട് കാണുന്നുണ്ട്. നോക്കാം. ക്ലോസ്ഡ് ഓഫ്, ഗാർഡഡ്, റെസിസ്റ്റൻസ്, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ
എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ഹൈഡ് ചെയ്യുക, എന്തൊക്കെയോ ഒരു നിങ്ങളുടെ അടുത്ത് അവര് അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ, നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു അകൽച്ച കാണിച്ച് നിൽക്കുന്ന പോലെ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. മാസ്കുലിൻ അവരൊരു വളരെ ഈഗോ ഉള്ള പേഴ്സൺ ആയിരിക്കാം. ഈഗോ ഉള്ള പേഴ്സൺ ചിലപ്പോൾ അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ കാണിക്കുന്നുണ്ടാവും. ഈ കിങ് ഓഫ് സോർട്സ് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, ക്ലിങ്ങിങ്, കംഫർട്ട് സോൺ, ക്ലിങ്ങിങ് ആണ് ആക്ച്വലി. നിങ്ങൾ അത് സിറ്റുവേഷൻ വിട്ടുപോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞില്ലേ, അവർ ചില സമയത്ത് ആ ഒരു സ്നേഹത്തോടെ കാണിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ അതിൽ വല്ലാതെ അടുത്തു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി അവരെ പിന്നാലെ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്പിരിറ്റ് ഗൈഡ്സിന്റെ അസിസ്റ്റൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ എന്താ പറയാ, യൂണിവേഴ്സിനോട് ഹെൽപ്പ് ചോദിക്കുക ഈ കാര്യത്തിൽ. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കാനാണ് എനിക്കൊരു കമ്പാഷൻ. സെൽഫ് കെയർ, യെസ്, ഇത് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ സെൽഫ് കെയർ ആണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ സെൽഫ് കെയർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോകാനുള്ള അഡ്വൈസ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻ നല്ലതല്ല എന്ന് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, 8 ഓഫ് കപ്സ് ആണ്, വാക്ക് അവേ ആണ് പറയുന്നത്. ആൻഡ് എവിടെയോ എനിക്കതൊരു നെഗറ്റീവാണ് ഇവിടെ തോന്നുന്നത്. കാർമിക് സിറ്റുവേഷൻ ആണ് തോന്നുന്നത്. അവരങ്ങനെ ഒരു ലൈക്ക് കൺട്രോളിങ് പേഴ്സൺ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഇടയ്ക്ക് പക്ഷെ അവർ വളരെ സോഫ്റ്റ് നേച്ചർ കാണിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ അത്ര അടുത്ത് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ അടുത്ത് പോകുന്നത്. പക്ഷെ അവര് അതിനുശേഷം പക്ഷെ അവർ ചെയ്യുന്നത് ഫുൾ നെഗറ്റീവ് ആണ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് അത് കാർമിക്കാണ്, നിങ്ങളെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയോ ഇതിൽ ഐ തിങ്ക് വിട്ടു മാറാൻ പറ്റാതെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. ഓക്കെ, ആൻഡ് അസിസ്റ്റൻസ് നമ്മുടെ യൂണിവേഴ്സിനോട് അസിസ്റ്റൻസ് ചോദിക്കുക, ഹെൽപ്പ് ചോദിക്കുക. സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാ പറയുന്നത്. നിങ്ങൾ അവനവനെ നേച്ചർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആ കെയർ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. പേഴ്സൺ ഇങ്ങനെയാണ്. ഓക്കെ, പേഴ്സൺ ഇങ്ങനെ ഒരു വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടും ഒരു കൺട്രോളിങ് നേച്ചർ എന്ന് പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് അടുക്കുമ്പോൾ, ഞാനത് ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. നിങ്ങൾ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ച് അവർ നിങ്ങളെ അടുപ്പിക്കും. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞ് പക്ഷെ നിങ്ങൾ അടുക്കുമ്പോൾ അവര് വീണ്ടും ഈ ഒരു നേച്ചറിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ഒരു രണ്ട് ഫേസ് എന്ന് പറയാം, രണ്ട് മുഖം എന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയില്ല ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ നിങ്ങളാണെങ്കിൽ അവരോട് അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ട് അതിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. പക്ഷെ അതിനെ വാക്ക് അവേ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് ഇവിടെ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇനി വേറെ ഡീറ്റെയിൽ റീഡിംഗിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടുമായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഈ പൈലുകാർക്ക് ഇവിടെ നമുക്ക് കാർമിക് ആണ് കിട്ടുന്നത്. ഓക്കെ, ബാക്കി രണ്ടും ഓക്കെ ആയിരുന്നു. ഓക്കെ, സോ എല്ലാവർക്കും പോസിറ്റീവായിട്ട് ഇരിക്കുക, എല്ലാം നല്ലതിന് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.